ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്ന കോൺഗ്രസ് വിമതർ CPIM-ൽ ചേരും. ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് GS പ്രശാന്ത് കുമാർ അടക്കമുള്ളവരാണ് ഇന്ന് CPIM-ൽ ചേരുക. വൈകിട്ട് കൊട്ടൂളിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തെ സംഘർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സമയം തന്നെ ഇവരെ വിമതർ എന്ന് വിളിക്കുമ്പോഴും നമുക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകരുടെ ഉള്ളിലൊരു സംശയം ഉണ്ടായിരുന്നു. CPIM പിന്തുണയുള്ള വിമതർ എന്നൊക്കെ പറയുമ്പോൾ സംശയമുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അന്നൊന്നും പറയാറായിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് പറയാമല്ലോ, അല്ലേ? കാളിദാസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ CPIM പിന്തുണയുമായി ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്ന കോൺഗ്രസ് വിമതർ ഇന്ന് CPIM-ൽ ചേരുന്നതോടുകൂടി ഫലത്തിൽ പൂർണ്ണമായും CPIM-ന്റെ നിയന്ത്രണത്തിൽ CPIM-ന്റെ സ്വന്തം ബാങ്കായി മാറുകയാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ മാത്രം കയ്യിലിരുന്ന ബാങ്ക് അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് വിമതരുടെ സഹായത്തോടുകൂടി CPM അവരെ സഹായിച്ച് CPM അംഗങ്ങളെ കൂടി അതിൽ ആ ഭരണപങ്കാളിത്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പിടിച്ചെടുത്തപ്പോൾ പോലും കിട്ടാത്ത ഒരു മേൽക്കൈ ഇന്നു മുതൽ CPIM-ന് കിട്ടാൻ പോകുന്നു. ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ അടക്കമുള്ള ആളുകളാണ് ഇന്ന് CPIM-ൽ ചേരാനിരിക്കുന്നത്. വൈകിട്ട് കോട്ടുള്ളിയിലാണ് പരിപാടി. ആ പരിപാടിക്ക് ഉദ്ഘാടകനായി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. കാളിദാസ് ചോദിച്ചതുപോലെ വളരെ ശക്തമായ ഒരു പോരാട്ടമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നടന്നത്. വലിയ സംഘർഷം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. ആ സംഘർഷത്തിൽ മുങ്ങിക്കുളിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. നമ്മൾ തത്സമയം ആ കാഴ്ചകൾ കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. മറ്റ് ചാനലുകളിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മുഴുവൻ ആളുകളും എന്ന് വേണമെങ്കിൽ പറയാം, മുഴുവൻ മലയാളി സമൂഹത്തിലെ വലിയൊരു പങ്കും ആ തെരഞ്ഞെടുപ്പിന്റെ സംഘർഷമൊക്കെ കണ്ടതാണ്. അങ്ങനെ നേടിയെടുത്തൊരു ഭരണം കൂടിയാണ്. ആ ഭരണം ഇതാ പൂർണ്ണമായും CPIM-ന്റെ കൈകളിലേക്ക് വരികയാണ്. ഒരുപക്ഷെ അന്ന് ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് CPIM പിന്തുണയോടുകൂടി കോൺഗ്രസ് വിമതർക്ക് നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് നേതാക്കളിൽ ഒരാൾ ഇന്നത്തെ CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ M മെഹബൂബാണ്. കാരണം ഈ വിമതരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടി മുൻകൈയിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് വിമതരായിട്ടുള്ള ആളുകൾ CPIM-ലേക്ക് വരുന്നത്. മറ്റൊന്ന്, പഴയ KPCC ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ CPIM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിട്ടുള്ള KP അനിൽകുമാറിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾ ആണ് ഇവരെ ഇപ്പോൾ CPIM-ലേക്ക് എത്തിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മെമ്പർഷിപ്പ്, അതായത് അവരെ ചേർക്കുന്നതോടുകൂടി മെമ്പർഷിപ്പ് നേരിട്ട് കൊടുക്കുമോ എന്നറിയില്ല. CPIM-ന്റെ സംഘടനാ പ്രക്രിയ അനുസരിച്ച് ആദ്യം പാർട്ടി അനുഭാവികളായി CPIM-നൊപ്പം നിർത്തുന്നു. അതിനുശേഷം മാത്രമായിരിക്കും പിന്നീട് പാർട്ടി അംഗത്വം കൊടുക്കുക. ആ തലത്തിലേക്കായിരിക്കും ഈ കാര്യങ്ങളും പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ CPIM-നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായി തന്നെ ആ പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു നിമിഷമാണ് ഇന്ന് വൈകുന്നേരത്തെ ആ പരിപാടി എന്ന് പറയുന്നത്. കെ സുധാകരനെ പോലുള്ള KPCC അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവർ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിറങ്ങിയിട്ടും കോൺഗ്രസിന് അവരുടെ സ്വന്തം ബാങ്ക് നിലനിർത്താൻ സാധിച്ചിരുന്നില്ല. അതിൽ തന്നെ കെ സുധാകരൻ്റെ ഭീഷണി പ്രസംഗം പോലുള്ള കാര്യങ്ങളെല്ലാം വലിയ വിവാദമായിരുന്നു. അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും വർദ്ധിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ കോൺഗ്രസ് വിമതരായിട്ടുള്ള ആളുകൾ, ആ ഭരണസമിതിയിൽ ഉൾപ്പെട്ട ആളുകൾ ഇപ്പോൾ പൂർണ്ണമായും CPIM-ൽ ചേരാൻ പോകുന്നത്. കാളിദാസ്. ശരി റിയാസ് സൂചിപ്പിച്ച പോലെ തന്നെ സംഘർഷഭരിതമായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചകളും അതിനോട് സംബന്ധിച്ച് നിരവധി മറ്റ് കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ആ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആംബുലൻസ് പോകുമ്പോൾ ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ മാറി നിന്ന് ആംബുലൻസിന് വഴി കൊടുക്കുന്നു. ആംബുലൻസ് പോയ ശേഷം വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുന്നു. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നിറഞ്ഞതായിരുന്നു. ആ കാഴ്ചകളൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.